യൂട്യൂബേഴ്സ് കാരണം നിങ്ങൾക്ക് മരണത്തിനെ കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള ആളുകളും പെടും. അപ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വലിയ സ്റ്റാർ ആയിട്ട് മാറിയ വ്യക്തിയല്ല. ഒരു സീരിയൽ അഭിനയിച്ച് നിങ്ങളുടെ അഭിനയം ഇഷ്ടപ്പെട്ട് നിങ്ങളോട് സ്നേഹം തോന്നി ആരാധന മൂത്ത് ഓരോരുത്തരായിട്ട് നിങ്ങളെ പൊക്കിയാണ് നിങ്ങൾ ഈ ഇത്രയും ഫേമസ് ആയി മാറിയത്. പിന്നെ യൂട്യൂബേഴ്സിന്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്ത എത്ര യൂട്യൂബർമാരുണ്ട്, എത്ര ചാനലിലുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് വൃത്തികെട്ട വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. മുഴുവൻ യൂട്യൂബേഴ്സിനും നിങ്ങൾക്കെതിരെ കിംവദന്തികൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കലാണോ പണി? എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, നമുക്കാർക്കും അറിയില്ല. ഞാനിതിൽ നിങ്ങൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കത്തക്ക രീതിയിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് ചാനലുകാരാണ് അങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയില്ല. ആ ചെയ്ത ആളുകൾക്കെതിരെയാണ് നിങ്ങൾ കർശനമായിട്ടും നിയമ നടപടി സ്വീകരിക്കേണ്ടത്. പറയുമ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുന്ന രേഖാരതീഷും അതുപോലെയുള്ള ആളുകളും കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ഇങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ച് ആക്ഷേപിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ പോലുള്ള ഓരോ സെലിബ്രിറ്റിയെയും വളർത്തിയെടുക്കുന്നത് ഓരോ യൂട്യൂബർമാരുമാണ്. അത് ഇടിച്ചു താഴ്ത്താനായാലും പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണെങ്കിലും. അതായത് നിങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ ആയാലും വീഡിയോസ് ആയാലും കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തു വെച്ചിട്ട് ഷോർട്സ് വീഡിയോകളിലൊക്കെ നല്ല നല്ല പാട്ടൊക്കെ കയറ്റി റീൽസ് ആക്കിയൊക്കെ ഇടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ പോലും നിങ്ങളിപ്പോ നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്കെതിരെ ആരാണ് ശബ്ദം ഉയർത്തിയത്, നിങ്ങൾ അവരെ പറയൂ.